ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്ക് എങ്ങനെ നല്ല ജൈവ രീതി തന്നെ വിളകൾ കൃഷി ചെയ്യുമ്പോൾ കരുത്തോടെ, അതായത് അസുഖമില്ലാതെ വിളകൾ നന്നായിട്ട് വളരാൻ എങ്ങനെ നമുക്ക് എന്ത് വളമാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഇതിനെ പരിചരിച്ചാൽ നല്ല കരുത്തോടെ വിളകൾ ഉണ്ടാവും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇവ നട്ടുപിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് മണ്ണിലും കുമ്മായം ഇടുക എന്നത് ഒരു അത്യന്താപേക്ഷിതമാണ്. കുമ്മായമായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ ജൈവ രീതിയിൽ നമ്മൾ എന്ത് വളം കൊടുത്താലും മണ്ണ് പിടിക്കത്തുള്ളൂ. കാരണം നമ്മുടെ മണ്ണ് കൂടുതലും അമ്ലത നിറഞ്ഞതാണ്. അമ്ലത അതായത് അസിഡിക്കാണ്. അപ്പോൾ ഒരു 15 ദിവസം ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മണ്ണ് അമ്ലത മാറത്തുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് വളം കൊടുത്താലും ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കുമ്മായം ചേർത്ത് ശേഷം ഇപ്പോൾ ഏത് ജൈവ രീതിയിലുള്ള വളമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് കൊടുക്കില്ല. കുറച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 ദിവസത്തിന് ഒരു ഗ്യാപ്പ് ഇടണം. 15 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത വളം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ വളം വിളകൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എന്ത് കൊടുത്താലാണ് നല്ല കരുത്തോടെ നമ്മുടെ വിളകൾ വളരുവാൻ എന്ത് വളമാണ് കൊടുക്കേണ്ടത്. വളം അല്ലെങ്കിൽ ഞാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സ്യൂഡോമോണസിനെ പറ്റിയാണ്. സ്യൂഡോമോണസ് എന്നത് മിത്ര ബാക്ടീരിയയുടെ ഒരു കൂട്ടമാണ്. മിത്ര ബാക്ടീരിയ ആണ് സ്യൂഡോമോണസ്. ഇവ മണ്ണിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ ബാക്ടീരിയ ഈ മണ്ണിൽ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ പ്രവർത്തനം ആരംഭിക്കുന്ന ഇത് പുറപ്പെടുവിക്കുന്ന കെമിക്കലുകൾ ഇവ ഈ മണ്ണിൽ കിടക്കുന്ന അതായത് പിന്നെ കുമിൾ നാശിനിയായിട്ട് പ്രവർത്തിക്കും. കുമിൾ നാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുമിളുകളെ ഇവ നമ്മുടെ ഈ വിളകളുടെ വേരിലേക്ക് ബാധിച്ചിട്ട് അവ പെട്ടെന്ന് തന്നെ ഈ വിളകൾ നിന്ന നിപ്പിൽ തന്നെ കരിഞ്ഞുണങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്യൂഡോമോണാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ വേരിലേക്ക് ചെല്ലുകയും ഈ സ്യൂഡോമോണാസിൽ പ്രവർത്തിക്കുന്ന ഈ കെമിക്കലുകൾ അതിനകത്തേക്ക് ചെന്ന് ഈ കുമിൾനാശിനി അതായത് ഈ കുമിളുകളെ നിർവീര്യമാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നതനുസരിച്ച് ഈ വിളകൾക്ക് നല്ലപോലെ കരുത്തിൽ വളരുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇവയുടെ ചുവട്ടിൽ പിന്നീട് നമ്മൾ രാസവളം കൊടുക്കല്. രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് രാസവളം കൊടുക്കണം എന്നുള്ളവർക്ക് ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. എങ്കിൽ തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം സ്യൂഡോമോണസ് ഇടുമ്പോൾ ആ പഴയത് അതിൻ്റെ ഇത് നിർവീര്യമായിട്ടുണ്ടാവും. രാസവളം ചെയ്യുമ്പോൾ ഈ സ്യൂഡോമോണസ് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇവ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഗ്രാമാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. ഇപ്പം ഈ കാണുന്ന ചെടി എന്ന് പറയുന്നത് ചെടിയല്ല, ഇത് പിന്നെ തക്കാളി വഴുതനയാണ്. തക്കാളി വഴുതന എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ കൂട്ട് രൂപത്തിൽ അത് വഴുതനയാണ്. ഇവയെല്ലാം വഴുതനയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ വഴുതന കുടുംബം, അതായത് സൊളനേസിയ ഫാമിലിയിൽ പെടുന്ന വഴുതന കുടുംബം, അത് പച്ചമുളക്, തക്കാളി, വഴുതന ഇവയെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പം നമ്മൾ ഈ മണ്ണിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാതാണ് നമ്മൾ ഇവ വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് വാട്ടരോഗം സംഭവിക്കും. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പച്ചമുളകൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ നിന്ന നിപ്പിലവ വാടിപ്പോകുന്നതായിട്ട് കാണാം. വഴുതനയാണെങ്കിലും ചില സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് നമ്മൾ വളം ഇട്ടാലും അവ വാടിപ്പോവും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുമിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ വേര് വഴിയാണ് ഈ അസുഖങ്ങൾ ബാധിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ഉപകാരപ്രദമാകുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണസ് എന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഏതൊരു വളം കൊടുക്കുന്നതിന് മുമ്പും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപെങ്കിലും ഇതിൻ്റെ തടം വെള്ളം ഒഴിച്ച് നനച്ചിടണം. ഇപ്പം നിങ്ങൾ കുമ്മായി വിടാതെയാണ് നിങ്ങൾ ഈ വഴുതനയോ പച്ചമുളകോ തക്കാളിയോ ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്യൂഡോമോണാസ് ഇടുന്നതിന് ഒരു 15 ദിവസം മുമ്പ് 1 സ്പൂൺ, അതായത് ഇത് ഒരൊറ്റ സ്പൂണ്, ഈ ഒരൊറ്റ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 25 ഗ്രാമോളം കുമ്മായം ഇതിനകത്ത് വരും. 25 ഗ്രാമോളം കുമ്മായം വരും. 25 ഗ്രാം കുമ്മായം എടുത്ത് തടത്തിലേക്ക് ഇടുക, വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 15 ദിവസം ഇട്ടേക്കണം. 15 ദിവസം ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്യൂഡോമോണസ് ആണ്. ഇത് 1 കിലോ പാക്കറ്റാണ് സ്യൂഡോമോണസ്. ഇതിന് ഏകദേശം 60 രൂപയോളം വിലയാണ്. ഇത് കാർഷിക സർവകലാശാലയുടെ കൊട്ടാരക്കര സദാനന്ദപുരത്തു നിന്നുള്ള സ്യൂഡോമോണസ് ആണ്. സ്യൂഡോമോണസ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിന് ഏകദേശം 6 മാസത്തെ കാലാവധിയാണ് ഇതിനുള്ളത്. അപ്പോൾ 6 മാസത്തെ കാലാവധിക്കുള്ളിൽ നിങ്ങൾ ഇത് തീർക്കാൻ നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവയുടെ കാലാവധി നശിച്ച് ഇവ നിർവീര്യമായി പോകും. അപ്പോൾ ഇത് ഏകദേശം 6 മാസത്തിലല്ലേ 4 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ 6 മാസം കൊണ്ട് ഇത് ഉപയോഗിച്ച് തീർക്കണം. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ്. ഞാൻ ഇത് 1 ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 20-25 ഗ്രാം ഉണ്ട്. അപ്പോൾ
കണ്ടോ. ഇത് ഏകദേശം സ്യൂഡോമോണസ് 2 രീതിയിലുണ്ട്. സ്യൂഡോമോണസ് ആണെങ്കിലും എന്ത് ജൈവ കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ മിത്ര ബാക്ടീരിയ ആണെങ്കിലും ഉപയോഗിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഖരരൂപത്തിലും ഒന്ന് ദ്രവരൂപത്തിലും. അതായത് സോൾഡായിട്ടുള്ള ഈ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പൊടിയുടെ രൂപത്തിലാണ് ഈ കിടക്കുന്നത്. അതല്ലാതെ തന്നെ ലിക്വിഡ് രൂപത്തിലുണ്ട്. ലിക്വിഡ് രൂപത്തിൽ വരുമ്പം അവ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലും, ഇങ്ങനത്തെ വരുന്ന കേസിൽ 20 തൊട്ട് 25 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇവ ഇടുകയാണ്. ഇവ ഇട്ടതിന് ശേഷം ഏതൊരു ഒരു കമ്പ് വല്ലതും വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റോളം നന്നായിട്ട് ഇത് ഇളക്കണം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഇതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് മാറാൻ വേണ്ടിയാണ്. ഈ പൊടിക്കകത്ത് കിടക്കുന്ന ബാക്ടീരിയ ഈ വെള്ളത്തിലേക്ക് മാറാൻ വേണ്ടിയാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പൊടിയാണ് ആ വെള്ള കളറിൽ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സ്യൂഡോമോണസിനെ അവർ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇട്ട് ഇളക്കുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ കലക്കിയിട്ട് നമ്മൾ തടത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ പിന്നീട് അടിയാനോ ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇലകളിലാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഇവ തെളിയാണ് എടുക്കേണ്ടത്. ഒരിക്കലും അടിമട്ട് എടുക്കല്ല. അത് ചെയ്യേണ്ടത് ഇത് മാറ്റി ഇതുപോലെ കലക്കിയിട്ട് ഒരു 10-20 മിനിറ്റേക്ക് ഇതിനെ അനക്കാതെ മാറ്റി വയ്ക്കുക. അനക്കാതെ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഈ പൊടി അടിയത്തുള്ളൂ. ബാക്ടീരിയ ഏകദേശം വെള്ളത്തിൽ കലങ്ങും, വെള്ളത്തിലായിട്ട് അത് സ്പ്രെഡ് ആവും. അപ്പോൾ ആ വെള്ളത്തിലെടുത്തിട്ട് നമ്മൾ സ്പ്രെയറിനകത്താക്കി ഒഴിക്കണം. അടിമട്ട് ഒരിക്കലും സ്പ്രെയറിനകത്താക്കി ഇതിൽ തളിക്കാൻ പാടില്ല. അവ തളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാം കൂടെ ഇലയിൽ പറ്റി പിടിച്ച് ഒരു വെള്ള കളറിൽ ഇരിക്കും. അപ്പോൾ അത് ചെടികൾക്ക് ചിലപ്പോൾ ദോഷമായിട്ട് വരും. അപ്പോൾ അതിന് ചെയ്യേണ്ട പരിപാടി ഇതേപോലെ തന്നെ ചെയ്തിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണപ്രദം. ഇലകളിൽ കൊടുത്താലും ഏറ്റവും നല്ലത്. അത് കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് വിട്ട് ഇതിൻ്റെ തെളി മാത്രമേ എടുത്ത് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഇതേപോലെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു അരമണിക്കൂർ കണ്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട മണ്ണാണ്. അപ്പോൾ അതിലേക്ക് ഇതിലളവില്ല, ഇങ്ങനെ ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് താഴ്ത്ത പെട്ടെന്ന് ഒഴിച്ച് തീർക്കണ്ട. ഇങ്ങനെ പെട്ടെന്ന് ഒഴിച്ച് തീർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങുകയും അവ മണ്ണിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ വിളയ്ക്കൊക്കെ നന്നായിട്ട്, അതായത് ഈ വഴുതനയ്ക്കൊക്കെ നന്നായിട്ട് കരുത്ത് കിട്ടും. ഏകദേശം ഒരു 10-15 ദിവസം ഇടവേളകളിൽ നിങ്ങൾ ഇത് ചെയ്താൽ ഏറ്റവും നല്ലത്. അതുപോലെ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ കുമിൾ രോഗം പിടിപെടുന്നതാണ് നമ്മുടെ ഇഞ്ചി. അപ്പോൾ ഇത് ഞാൻ ട്രൈക്കോഡർമ വെച്ചിട്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിക്കകത്താണ് ഈ ഇഞ്ചി വെച്ചിട്ടുള്ളത്. ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കുന്നവർ കാണുക. അപ്പോൾ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ഈ ചാണകപ്പൊടിയിൽ വെച്ചിരിക്കുന്നതായതുകൊണ്ട് തന്നെ അതിനല്ലാതെ തന്നെ ഒരു കുമിൾ രോഗത്തിനെ പ്രതിരോധിക്കാൻ ശേഷിയാണ്. അത് കൂടാതെ തന്നെ ഒരു ബാക്ടീരിയയാണ് നമ്മൾ ഒഴിക്കുന്നത്. അവയും ഇതേപോലെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഇഞ്ചിക്ക് വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. വിളകൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ, അതായത് മണ്ണിൽ ജൈവ രീതി തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ രാസം ഒരിക്കലും ഒഴിക്കുന്നില്ല. രാസകുമിൾനാശിനിയോ മറ്റുള്ള സാധനങ്ങളോ, അതായത് കീടനാശിനികളൊക്കെ ഇതിനകത്ത് തളിക്കുകയാണെങ്കിൽ ഇവയെല്ലാം നിർവീര്യമായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജൈവ രീതിയിൽ തന്നെ വിളകളെ പരിപോഷിപ്പിക്കുക. അപ്പം മണ്ണ് മലിനമാവുകയില്ല. ഇനി നിങ്ങൾക്ക് രാസവളം കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലകളിലൂടെ കൊടുക്കുന്ന എന്തെങ്കിലും, അതായത് NPK, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം വെള്ളത്തിൽ കൂടെ കൊടുക്കുന്നത്, അതായത് വെള്ളത്തിൽ ഫെർട്ടിഗേഷൻ എന്ന് പറയും. ചിലർ ഡ്രിപ്പൊക്കെ ചെയ്യും, അതിലൂടെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഡ്രിപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സ്യൂഡോമോണസ് ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഡ്രിപ്പിലൂടെ അല്ലാതെ വെളിയിൽ നിങ്ങൾ സ്യൂഡോമോണസ് കൊടുക്കല്ല. കൊടുത്തു കഴിഞ്ഞാൽ അവ നിർവീര്യമായിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇലകളിലൂടെ കൊടുക്കുക. ഇലകളിൽ പത്രപോഷണം എന്ന് പറയും. അപ്പോൾ ഇലകളിൽ കൂടെ കൊടുക്കുന്നതിനുള്ള ഗുണം, നിങ്ങൾക്ക് മുകളിലേക്ക് രാസവളം വേണേൽ ഉപയോഗിക്കാം, ചുവട്ടിൽ ജൈവ രീതി കംപ്ലീറ്റ് ഉപയോഗിക്കാം. ഞാനിത് ജൈവ രീതി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് രാസവളം ഇടുകയാണെങ്കിൽ ഇതിപ്പോൾ വളർച്ച ഏകദേശം എന്ത് വലിപ്പമാകുമെന്നറിയാം. ഇതിപ്പോൾ ജൈവ രീതി മാത്രമായതുകൊണ്ടാണ് ഇത് സാധാരണ രീതിയിലുള്ള വളർച്ച മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇഞ്ചിക്കൊക്കെ രാസവളം ഇടുകയാണെങ്കിൽ ഇതൊക്കെ കയറി അങ്ങ് നല്ല കനക്ക് കയറി വരും. ഞാൻ ജൈവ രീതി ഇച്ചിരി പതുക്കെ വളർന്നാൽ മതി എന്ന രീതിയിലായതുകൊണ്ട് ജൈവ രീതി കൊടുത്തിരിക്കുന്നത്.
അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10-15 ദിവസത്തെ ഇടവേളകളിൽ സ്യൂഡോമോണസ് ഒഴിക്കുന്നത് കൊണ്ട് അതിനുശേഷം ഇതുപോലെ തന്നെ ചെയ്തിട്ട് ചെറിയ രീതിയിൽ പൊതയോട് ഇടുവാന്നേൽ, ഇപ്പോൾ ഉണക്കാണ്, ഇപ്പോൾ ചെറിയ രീതിയിൽ പൊതയോട് ഇടുകയാണെങ്കിൽ ഇവ മണ്ണിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും ഈ കുമിൾ നാശിനിയായിട്ട്, അതായത് കുമിളുകൾ, രോഗകാരികളായിട്ടുള്ള കുമിളുകളെല്ലാം നശിപ്പിക്കാനും ഇവ സാധിക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് നല്ല രീതിയിൽ വിളകളിൽ നിന്ന് നന്നായിട്ട് വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്